ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കിയാലോ? കൂന്തൽ, കണവ, സ്ക്വിഡ് എന്നൊക്കെയാണ് ഈ മീൻ നോർമലി പറയാറുള്ള പേര്. അപ്പോൾ നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ മീൻ എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ റിങ് ടൈപ്പിൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. അത് നടുക്കുന്ന കട്ട് ചെയ്യാണ്ട് ഓപ്പൺ ആക്കാതിരുന്നാൽ മതി. അപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കി അതിൻ്റെ ഉള്ളിൽ കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത് വാഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 1/2 kg ഉണ്ട്. നമുക്കിത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി നല്ല റോസ്റ്റ് ആക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് കുറച്ച് പെപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മസാല പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ടർമറിക് എടുത്തു, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവോള കൂടി വേണം. അതോടൊപ്പം തന്നെ നമുക്കൊരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ദെൻ ഇഞ്ചി ഒരു കഷ്ണം എടുത്തു, കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് അടിപൊളിയൊരു റോസ്റ്റ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യും. അപ്പോൾ വെളിച്ചെണ്ണയാണ് എല്ലാ കറിക്കും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മളതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോളയൊക്കെ കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ആഡ് ചെയ്തു. അപ്പോൾ സവോളയൊക്കെ നമ്മൾ ഒത്തിരി തിന്ന പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുത്തിട്ടില്ല. അതിന് പകരം നമ്മൾ ജസ്റ്റ് അത് ചെറിയ പീസായിട്ട്, വെളുത്തുള്ളി ആണെങ്കിൽ നമ്മളൊന്നും കൂടി ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്താണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തു. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴന്ന് ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ടതൊന്ന് മിക്സായി വന്ന ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ എടുക്കാം. അപ്പോൾ പൊടികൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും മാത്രമാണ് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി അതിനെ ഈ ഒരു കൂട്ടിലേക്ക്, നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടത് വഴന്ന് തക്കാളി, സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ കൂടെ നല്ല രീതിയിൽ അത് മിക്സപ്പ് ആയതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 2-3 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ചെറുതായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ പാകത്തിനൊന്ന് അടച്ച് വെച്ച് കൂടി വേവിക്കും. അപ്പോൾ ഇങ്ങനെ വെന്ത ശേഷം നമ്മളതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തു. നമുക്ക് കൂന്തൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ കൂടി ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഈ കൂന്തലിൻ്റെ എല്ലാ പീസിലേക്കും നല്ല രീതിയിൽ അത് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളിതിലേക്കും വെള്ളം അധികം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റേജിലൊന്നും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് നമുക്ക് വെള്ളം ഇറങ്ങി വരും. ഇത് ഫ്രഷായിട്ട് നമ്മളിന്ന് രാവിലെ വാങ്ങി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാത്തതുകൊണ്ട് അത്യാവശ്യം ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് നമ്മളിപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കതിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഈ കറി വെക്കാം. പിന്നെ നമ്മൾ ചട്ടിയിലാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അടുപ്പിലിരുന്ന് കഴിയുമ്പോൾ നന്നായിട്ടത് ചൂട് ആകും. അപ്പോൾ അതുകൊണ്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. പിന്നെ ഈ ഒരു കണവ അല്ലെങ്കിൽ കൂന്തൽ നമ്മൾ കറി വെക്കുമ്പം അത് ഒരു റബ്ബർ കൺസിസ്റ്റൻസിയിലേക്ക് അതിൻ്റെ ദേശത്ത് കുറച്ച് വെന്ത് കഴിയുമ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ തീ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടത് വെക്കരുത്. അതിന് പകരം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. അപ്പോൾ നന്നായി വെന്ത ശേഷം നമ്മൾ അടുപ്പ് മാറ്റി വെച്ച് ഇതിൻ്റെ ആ വെള്ളമെല്ലാം നന്നായി പറ്റിച്ച് ഒരു ഡ്രൈ രീതിയിലേക്ക്, അതായത് ഒത്തിരി ഡ്രൈ ആവണ്ട, പക്ഷേ എങ്കിൽ കൂടി ഒരു റോസ്റ്റ് പരുവത്തിലേക്ക് ആക്കിയെടുക്കും. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് തക്കാളിക്ക് പകരം കുടംപുളി ചേർത്തും ഇത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. താങ്ക് യു.